ഹലോ നമസ്കാരം, എല്ലാവർക്കും തെക്കുവടക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്താണ്. തെക്ക് വടക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബാക്കിൽ കാണുന്ന ഡാം ഏതെന്ന് പറയാം? അരുവിക്കര ഡാം. ഏത് ആറിന് കുറുകെ കൂടാന്നറിയോ? കരമനയാറ്. അതെ, ഏത് ഇയർ ആണെന്ന് പറയാമോ? അത് ഞാൻ പറയാം. നീ പറ. 1934. അതെ, ഇവിടെ കുറേ ആളുകളുണ്ട്. ഇത് നല്ല പ്രദേശമാണ്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയ്ക്ക് വെള്ളം കൊടുക്കുന്നത് പല ആവശ്യങ്ങൾക്കും ഈ ഡാമിൽ നിന്നാണ്. അതെ, ഇവിടെ ഒരമ്മ നിൽക്കുന്നു, ഒരു ചേച്ചി നിൽക്കുന്നു, ഒരു ചെറിയ കുട്ടിയും. ഹായ്. ഹലോ അമ്മേ. നമസ്കാരം. നമസ്കാരം. എന്താണ്, സുഖമല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാറുണ്ടോ? നിങ്ങളുടെ മെയിൻ സ്ഥലമാണെന്ന് തോന്നുന്നു. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഈ ഡാമൊക്കെ കണ്ട് ചിലപ്പോഴൊക്കെ വരും. ഓക്കെ, പേരെന്താ ചേച്ചിയുടെ? എന്റെ പേര് സജിമി. ശ്രുതി. മോളാണോ? കുഞ്ഞാവിടെ വരുന്ന കേട്ടാ? പല്ല് കണ്ടോ? എത്ര വയസ്സായി? 2.5 വയസ്സായി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. പിന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ പാടിക്കൂടെ? ഒരു ചെറിയ പാട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമാണോ? കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. മോള് പാടുമായിരിക്കും അല്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? നമ്മുടെ ഈ ഒരു അരുവിക്കര ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും സന്ധ്യക്ക് വന്ന് ക്ഷേത്രത്തിൽ തൊഴുത് ഇവിടെ കാണാനൊക്കെ നല്ല രസമാണ്. അപ്പൊ ഞാനൊരു ചെറിയ ടാസ്ക് തന്നാ ചെയ്യും. ടാസ്ക് ഒന്നുമില്ല, ഞാനൊരു സിനിമ കാണാറുണ്ടോ? കുറച്ചൊക്കെ കാണും. ഡേവിടെ, സിനിമ നടൻ ഇഷ്ടപ്പെട്ട ആരാണ്? നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ചോദിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ ഞാൻ കൂടി ചോദിക്കാം. അങ്ങനെ വേണ്ട, നിന്റെ മനസ്സിലുള്ള നടനോ നടിയോ കോമഡി ആരെങ്കിലും. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം പ്രത്യേകിച്ച് തമിഴ് നടന്മാരെയും മലയാള നടന്മാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന നടനാണ്? എനിക്ക് മമ്മൂട്ടിനെ ഇഷ്ടമാണ്. മമ്മൂട്ടിനെ ഇഷ്ടപ്പെടാത്ത തിരുവനന്തപുരംകാരുണ്ടോ? ഇല്ല. അപ്പൊ ഞാനൊരു മമ്മൂക്ക ചിത്രത്തിലെ ഒരു ഡയലോഗ് കേൾപ്പിക്കാം. സിനിമ ഏതാണെന്ന് പറയണം, ശ്രമിച്ചാൽ മതി. അതൊക്കെ പറ്റും. കാര്യമില്ല, സിമ്പിൾ ആയിട്ട് പറ്റും. ഞാൻ ഇപ്പൊ തന്നെ കേൾപ്പിച്ചു തരാം. എന്തൊരു പാടാ. ഇപ്പൊ കേൾപ്പിച്ചു തരാം, നമുക്ക് തുടങ്ങാം. കൈയടിക്കണം നമുക്ക്. ഇത് തുടങ്ങിയതേ ഉള്ളൂ, അപ്പത്തേക്ക് ചേച്ചി മനസ്സിലായി. ഇത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്തത് നമ്മള് കൂടെ കണ്ടതാണ്. ആ സിനിമ എത്ര തവണ കണ്ടു? അത് പറയാൻ കൊറേ കണ്ടു. അപ്പൊ ശരിയുത്തരം പറഞ്ഞ നമ്മുടെ മമ്മൂക്ക ഫാൻ ആയിട്ടുള്ള ചേച്ചിക്ക് ഇയോ ബോൾ ഗ്രിപ്പ് ജ്യൂസ് നൽകുന്ന ചെറിയൊരു സമ്മാനം. അടിപൊളി. ചേച്ചി വാങ്ങും. ഒരെണ്ണം ഞാൻ വാവയ്ക്ക് കൊടുക്കട്ടെ. വാവ എന്നെ അടിച്ച് പിടി. ഞാനിങ്ങനെ എടുക്കും. മക്കളെ കളയില്ല കേട്ടോ. തരണമെങ്കിൽ ഐസ്ക്രീം തരണം. ഇല്ല, അത് ഇപ്പൊ തന്നെ നമ്മള് തീർത്തിരിക്കാം. ഭയങ്കര ഇഷ്ടമുള്ള. താങ്ക് യു സോ മച്ച്. ഹായ് ചേട്ടാ, ചേച്ചി. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കരുത്. അവരുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും നിൽക്കാം. അവരെന്തായാലും തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ ചോദിക്കണം. എന്താ ചേച്ചി പേര്? ലേഡീസ് ഫസ്റ്റ്. അഞ്ജന. ചേട്ടൻ്റെ പേര്? പ്രമോദ്. എന്താണ് ഇവിടെ വരുമ്പോൾ തോന്നുന്നൊരു ഫീൽ? ഇപ്പോൾ ഡാമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇവിടെ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു മനസ്സിനൊരു സമാധാനം. ഓക്കെ, ചേച്ചി പാട്ട് പാടും? ഇല്ല, പാട്ട് പാടത്തില്ല, ഒറ്റ അടിക്കുക. ഓക്കെ, ചേട്ടന്റെ കാര്യത്തിൽ ചേട്ടന്റെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടം നമുക്ക് തോന്നി എന്തായിരിക്കും? ആകർഷിച്ചത്? നന്നായിട്ട് കെയർ ചെയ്യും. പാവമാണോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. വഴക്ക് പറയുന്ന ഒരു നോട്ടം ചേട്ടനെ പറഞ്ഞിരിക്കും. ഓക്കെ, ഞാൻ തിരിച്ചു നോക്കട്ടെ. ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരിക്കും? ഇഷ്ടപ്പെട്ട സ്വഭാവമായിട്ട് തോന്നിയിട്ടുള്ള എന്തായിരിക്കും? ഇഷ്ടപ്പെട്ട ആള് പാവമാണ്. ഇത് രണ്ടുപേരും പഠിച്ചിട്ടില്ല. ചേട്ടന്റെ പറ്റി വരെ നോക്കുന്നുണ്ട്. പാവമാണ്. ഓക്കെ, എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറയാറുണ്ടോ? ഇല്ല, വഴക്ക് പറയത്തേ ഇല്ല. രണ്ടുപേരും ഭയങ്കര. അപ്പൊ ഞാനൊരു ടാസ്ക് തരട്ടെ. ചേട്ടൻ ഉത്തരം പറയണം. ചേച്ചി പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ? ഒരു ടാസ്ക് നല്ല ടഫർ ആയിരിക്കും. ഓക്കെ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാ? ഇത് ഈ കളറാണ്. എന്റെ പേര് എനിക്കറിഞ്ഞത്. ഓക്കെ, ഈ കളറാണോ? എന്റെ അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ചേട്ടന് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാ? ചേട്ടൻ ഒരുവിധപ്പെട്ട എല്ലാ ആഹാരം ഏതെങ്കിലും ഒന്ന്?
പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഇതിരിക്കുന്നു കേട്ടോ. ഹെൽമെറ്റ്. ചിക്കൻ ഇഷ്ടമാണ്. ഓക്കെ, നല്ലതാണ്. അപ്പൊ ഞാൻ ഒരു ടാസ്ക് തരട്ടെ, വളരെ സിമ്പിൾ ആയിട്ട് ടാസ്ക് തരട്ടെ, ചെയ്യാൻ പറ്റുമോ? ഒരു ടങ് ട്വിസ്റ്റർ ആണ്. അപ്പൊ നോക്കിക്കോണം, ആരാ പറയാൻ തയ്യാറാവുന്നേ? നാക്കുളിക്ക് സാധനമാണ്. ഒരു 3 തവണ സ്പീഡിൽ പറഞ്ഞ സമ്മാനം. ഓക്കെ, ധൈര്യത്തെ നിൽക്കുന്നു, അതിനൊരു കൈയടി നമുക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാം. ഓക്കെ, തുടങ്ങാം. വടകര വളവിലൊരു ഒതള മധുരത്തിൽ 10-25 ഒതളങ്ങ. ഇതൊരു 4 തവണ പറഞ്ഞാൽ മതി. വടകര വളവിലൊരു ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. വടകര വളവിലൊരൊതള മരത്തിൽ 10-25 ഒതളങ്ങ. 10-25 ഒതളങ്ങ. ഒന്നുകൂടെ. വടകര വളവിലൊരു ഒതള മരത്തിൽ 10-25 ഒതളങ്ങ. വടകര വളവിലൊരു വടകര വളവിലൊരൊതള മരത്തിൽ 10-25 ഒതളങ്ങ. വടകര വളവിലൊരൊതള മരത്തിൽ 10-25 ഒതളങ്ങ. അടിപൊളിയായിട്ട് പറഞ്ഞു. ഈ ഒതളങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ നാട്ടിൽ ഓരോ വ്യത്യാസമാണ്. എന്റെ അവിടെ ഈ ഒതളങ്ങ തന്നെ ഇവിടെ ഒതളങ്ങ എന്നാണ് ചേട്ടാ ഇവിടെയും പറയുന്നത്. ഒതളങ്ങ എന്താണെന്നുള്ള സത്യത്തിൽ ഒതളങ്ങ. ചേട്ടനും ചേച്ചിക്കും ഒരു സമ്മാനമുണ്ട്. ഇയോ ബോൾ ഗ്രേപ്പ് ജ്യൂസ് നൽകുന്ന ഒരു ചെറിയ സമ്മാനം. അടിപൊളി കേട്ടോ. നല്ല അതിമനോഹരമായിട്ട് രണ്ടുപേരും നമ്മളോട് സഹകരിച്ചു. താങ്ക് യു സോ മച്ച്. നില്ല്. ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഇവിടെ നീ ചുറ്റിലും നോക്ക്. ഭയങ്കര വട്ടം. സ്ഥലം തിരുവനന്തപുരത്താണ്. ഇതാണ് മാനവീയം. മാനവീയം എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്. ഇവിടെ ഫുള്ള് വൈബാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വൈബുള്ള നൈറ്റ് ലൈഫ്സ് ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഗവൺമെന്റ് അംഗീകരിച്ച നൈറ്റ് ലൈഫാണ്. അതാണ് മാനവീയം. പൊളിക്കണം. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത, ഇവിടെ കുറെ തിയേറ്റർ പ്ലേസ് നടക്കുന്നു, നാടകങ്ങൾ, പല ടോപ്പിക്സ്, വിപ്ലവം, ചരിത്രം, കോമഡി, അങ്ങനെ പലതും. അപ്പൊ ഇവിടെ കുറെ പേര് നമുക്ക് ചോദിക്കാൻ പറ്റും, പൊളിക്കാൻ പറ്റും. ഇവിടെ ഫുള്ള് വൈബല്ലേ. കൊണ്ടുപോന്നെ അങ്ങോട്ട്. എന്താണ് പേര്? ആദർശ്. എവിടെ നിന്ന്? മണ്ണന്തല. രണ്ടുപേര്. അപ്പൊ ഇവിടുത്തെ നൈറ്റ് ലൈഫിനെ പറ്റി ഇവരോട് തന്നെ ചോദിക്കുന്നത്. എനിക്ക് പരിചയപ്പെടുത്തി തരണം. എനിക്ക് നൈറ്റ് ലൈഫ് വലിയ പിടിയില്ല. ഈവൻ എനിക്കിത് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇവരോട് തന്നെ ചോദിച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ. എന്താണ് ഇവിടെ വരാനുള്ള ഒരു അട്രാക്ഷൻ? ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അത് ശരി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി വരും, മീറ്റ് ചെയ്യാൻ വരും, ഒരു ചായ കുടിച്ചിരിക്കും. എത്ര മണി വരെ ഇരിക്കും? 10 മണി. എത്ര മണി വരെ ഇരിക്കാൻ പറ്റും ഇവിടെ? ഇരിക്കാം, ഒരു കുഴപ്പമില്ല. ഭയങ്കര ഇതായിരിക്കും അല്ലേ? ഞാനും വന്നിരിക്കും. മൊത്തത്തിലൊരു ഇതാണ്. എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? പാട്ട് പാടൽ, ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും പോയി. നാടകങ്ങളൊക്കെ നടക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഇഷ്ടമാണോ കാണാനൊക്കെ? നമ്മള് വരുന്ന ടൈമിലൊന്നും കണ്ടിട്ടില്ല. ഇപ്പം IFK വന്നായിരുന്നോ? വന്നായിരുന്നു. അത് നമ്മുടെ വൈബാണല്ലേ. സിനിമകൾ കാണാറുണ്ടോ? കാണും. സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു ടാസ്ക് എടുത്തേ. ഒരു സിനിമയിലത്തെ ഡയലോഗ് അങ്ങ് കൊടുത്തേ. ടാസ്ക് ഞാൻ കൊടുക്കാം. അതായത് വളരെ സിമ്പിളാ. നമ്മുടെ രാജമാണിക്യത്തിനകത്ത് ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. 6 പോത്തും 4 ചീട്ടുമായിട്ട് ബെല്ലാരി വന്നവനാണ് ഞാൻ. എനിക്കിപ്പോൾ 6 ലോഡ് ലാവാരി ലോഡിൻ്റെ വ്യാപാരമുണ്ട്. എന്നോട് മുട കാണിച്ചാൽ പല അടിച്ച് കറക്കി കളയും. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അത് വേറെ ആരുണ്ടെങ്കിൽ ആയിപ്പോയി അല്ലേ? ഓക്കെ, പുള്ളിക്കാരൻ അറിയാം. ആ പുള്ളിക്കാരൻ അറിയാം. ഇത് എൻ്റെ അടുത്ത് വെക്കുന്നത് ഇതൊക്കെ സിമ്പിൾ. അല്ല, അത് ആ ഡയലോഗ് ഒന്ന് പറയണം. മോഡുലേഷൻ പറഞ്ഞ പോലെ ട്രൈ നോക്ക്. കുറച്ചിങ്ങോട്ട് നമുക്ക് ഫേവർ ചെയ്ത് ക്യാമറയ്ക്ക് കറക്റ്റ് നിൽക്കുകയാണെങ്കിൽ അതില്ല. ഓക്കെ ഞാൻ വേറെ ഒരെണ്ണം പറഞ്ഞുതരാം. വേറെ ഞാൻ ഒരെണ്ണം കൊടുക്കാം. ഏത് വേറെ ആക്ടറിന്റെ പേര് പറ. വേറെ നമുക്ക് പറഞ്ഞാൽ പിന്നെ ലാലേട്ടൻ. ഓക്കെ, ലാലേട്ടന്റെ ഒരു പടം നരസിംഹത്തിലുള്ള ഡയലോഗ്. കൂപ്പിൽ നായരെ, എൻ്റെ ദൃഷ്ടി വീണ് പിഴച്ചു പോയ എത്ര പെമ്പിള്ളേരുണ്ടോ തൻ്റെ തറവാട്ടിൽ. താൻ എന്താ പറഞ്ഞത്? കൊലയാളിന്നോ? ആരാ കൊലയാളി? ഇവൻ പോളാസാദ് എന്ന എൻ്റെ സുഹൃത്തിനെ ബിയർ കുപ്പി പൊട്ടിച്ച് പള്ളക്ക് കയറ്റി കൊന്നവൻ ഇവൻ. ഒന്നും വേണ്ട, ഒറ്റ ഡയലോഗ് നമുക്ക് ഇവിടെ തീർക്കാം. നിപ്പോ മോനെ ദിനേശ, അത് പറയാലോ. അങ്ങോട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന്.
അയ്യോ അത് വരൂല ആര് പറയുന്നത്? ആദർശിന് പറ്റും. ഓക്കെ, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. മീശ പിടിച്ചിട്ടു. നീ പോ മോനെ ദിനേശ, നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് ഇവിടെ നമ്മുടെ ക്യാമറ ധൈര്യത്തെ പറഞ്ഞു. റെഡി 3, 2, 1. താങ്ക് യു സോ മച്ച്. എനിക്ക് റേഞ്ച് പിന്നല്ല ലാലേട്ട ഫാനാണെങ്കിൽ 2-3 കാര്യം. ചങ്കിനകത്ത് ലാലേട്ട. ഓക്കെ, ചങ്കിനകത്ത് ചങ്ക് അല്ല മീശ പിരിച്ച് മുടി മടക്കി ലാലേട്ടൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് വെള്ളം അങ്ങോട്ട് ഇരിക്കുന്നു. പോവാം. ഓക്കെ, താങ്ക് യു. ഒരുപാട് താങ്ക്സ് വെച്ചാൽ താങ്ക് യു സോ മച്ച്. എടി ഉസ്താ. വണ്ടിയിൽ ഇറങ്ങിക്കോ. ഒരു കൂട്ടം ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. എവിടെ ഇരിക്കാൻ സീറ്റൊന്നുമില്ല. ഇവിടെ അങ്ങ് ഇരിക്കാം. ഒരു കാര്യം ചെയ്യാം. പിന്നല്ല മൈക്ക് അങ്ങോട്ട് കൊടു. അല്ല മൈക്ക് ചേട്ടാ പേരെന്താ? ഒന്ന് പിടിച്ചോ മൈക്ക്. രാജൻ. നല്ല പേര്. എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തുവോ? പെട്ടെന്ന് ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തിക്കോ. അല്ല ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തിക്കോ. അങ്ങോട്ട് ശശി. ശശി. പിന്നെ ജോയ്മോൻ. ഒരു കലാകാരനുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞ്. എൻ്റെ പേര് രാജൻ. എൻ്റെ വൈഫ് ബിന്ദു. ശ്രുതി. ഓക്കെ, കെറോൺ ഹെവൻലി. നല്ല പേര്. അപ്പൊ നൈറ്റ് ലൈഫിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ചേട്ടൻ തന്നെ പറഞ്ഞിട്ട് നീ ചോദിച്ചു മനസ്സിലാക്കണം. അപ്പോൾ ചേട്ടനെ കണ്ടിട്ട് ഒരു വൈബ് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ വൈബാണല്ലോ. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവർ വരാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ തന്നെ ഒപ്പം മൈക്ക് കൊടുത്തങ്ങ് സംസാരിക്കാം. ദിവസം വരും ഞാൻ ഇവിടെ. ഞങ്ങളൊരു ടീമുണ്ട്. ഈ ഇരിക്കുന്ന ഒരു ടീം നാടൻ പാട്ട്, ഓളം ബാൻഡ്, മ്യൂസിക് ബാൻഡ്. അപ്പോൾ ഞങ്ങൾ ദിവസം വരും. 2-3 മണിക്കൂർ നമ്മൾ പ്രോഗ്രാം ചെയ്യും. വേറെ ആര് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ജനങ്ങളെ സന്തോഷിപ്പിച്ചിട്ടാണ് പോണത് നിത്യവും. പിന്നെ അത് കാണാനായിട്ട് എൻ്റെ വൈഫും എൻ്റെ കുടുംബക്കാരും ഫാമിലിയായിട്ട് വരും. പൊടിമോള് ഉൾപ്പെടെ 7 മാസമായ പൊടിമോള് ഇവിടെ വരും. എന്നെ നോക്കുന്നു ഞാൻ വന്നപ്പോ തന്നെ ഇതെന്റെ കൂടെയുള്ള പാട്ടുകാരാണ്. താളം വായന ഇതെല്ലാം ഉണ്ട്. സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടോ? സ്പെഷ്യൽ എന്ന് പറയാൻ ഇവിടെ നമ്മള് സ്പെഷ്യലായിട്ടല്ല, നാടൻ പാട്ട്. അത് സിനിമ മെലഡിയും പാടും, നാടൻ പാട്ടും പാടും. വന്ന് നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായാലും മതി അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായാലും മതി. ഒരുപാടൊന്നും 2 വരി പാടാം. 2 വരി നമ്മൾ 4 ആക്കും, 4 വരി നമ്മൾ 8 ആക്കും. 2 വരിയെങ്കിൽ 2 വരിയുടെ എവിടെ പാട്ട് കേൾക്കണം. കേൾപ്പിച്ച് തരണം. നീ എന്നെ കൊതിപ്പിച്ച് കൊണ്ടുവന്നതാ. നാടൻ പാട്ട് ഇവിടെ നിന്നാണ്, ഞങ്ങള് സിനിമ പാട്ടാണ്. ആദ്യം സല്ലാപം കവിതയാ അലനുറികളോരോരോ അലയുമവൾ. തൊണ്ട വയ്യ, അതുകൊണ്ടാ ഞാൻ ചെറുതായിട്ടേ പാടുള്ളൂ. പാട്ടുകാരല്ല, ഇതാണ് അവരെ പാട്ട് നമുക്ക് കേൾക്കാം. രാജേട്ടാ ചെറുതായിട്ടായാലും പാടി തന്നു. പക്ഷെ നമുക്ക് വലിയ പാട്ട് വേണം, അപ്പുറത്താൾ പാടും. പക്ഷെ നമുക്കൊന്ന് എണീച്ച് നിന്ന് ഓക്കെ നമുക്ക് മേളിലേക്ക് ഒന്ന് കയറി നിൽക്കാം. ഇവിടെ ഇപ്പോൾ സൈഡിൽ കൂടെ വണ്ടിയൊക്കെ പോയിക്കോട്ടെ. അപ്പോൾ എനർജറ്റിക് ആയിട്ട് എണ്ണീച്ച് നിൽക്കുകയാണ് ചേട്ടൻ്റെ പാട്ട് കേൾക്കാനായിട്ട്. ആ കുഞ്ഞുവാ വരെ കാതോർത്തിരിക്കുക, പാട്ട് കേൾക്കാം. ചേട്ടാ തുടങ്ങാം. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് പൊളിക്കണം. പാടിത്താ ഞങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പൊ മനസ്സിൽ വന്നൊരു പാട്ടാണ് പെട്ടെന്ന്. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ
രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. താങ്ക് യു. നല്ലൊരു അടിച്ചുപൊളി പാട്ട് രാജേട്ടൻ പാടും. ചേട്ടാ ഒരു നിമിഷം ഞാൻ ലയിച്ചു പോയി, സത്യം അടിപൊളി. എനിക്കൂടെ ഒരു രക്ഷയില്ല. താങ്ക് യു. അപ്പൊ അടുത്ത ആള് നമുക്ക് പാട്ട് പാടാനായിട്ട് തയ്യാറായി നിൽക്കുക. ഇത് ഇവിടുന്ന് നമ്മൾ പാട്ട് കുറെ കൊണ്ടുപോകും കേട്ടോ. പിന്നെ നമ്മളിൽ നിന്ന് പാട്ട് പാടി ഇവിടുന്ന് തകർക്കും. ചേട്ടാ അടുത്ത പാട്ട് లోబలమ్మ లోబేలే లోబలమ్మ లోబలమ్మ ఏల తండి ఎలేలే లోబలమ్మ లోబేలమ్మ లోబలమ్మ లోబేలే లోబలమ్మ లోబేలమ్మ ఏల తండి ఎలేలే లోబలమ్మ లోబేలమ్మ ఓ వల్లయ్య ఎలేలే కరవల్లయ్య അകരവല്ലയ്യ ആ പട്ടിണമായലേ ചിരിക്കുഴമ്പേ ആ ചിരിക്കുഴമ്പേ ആ വാനവലയിലേ വീശിവാടാ ആ വീശിവാടാ ആരുടെയും എലേ തുണയുമില്ലേ ആ തുണയുമില്ലേ ആ ലോബലമ്മ ലോവേലേ ലോബലമ്മ ലോവേലമ്മ ആ ഏല തണ്ടികളേ ലോബലമ്മ അലോവേലമ്മ അലോബലമ്മ അലോവേലേ ലോബലമ്മ അലോവേലമ്മ ആ ഏല തണ്ടികളേ ലോബലമ്മ അലോവേലമ്മ 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 അലോവേലമ്മ. ഒരു രക്ഷയില്ല. തകർത്തു. പൊളിച്ചു കേട്ടാ. തീർച്ചയായിട്ടും അതിമനോഹരമായിട്ട് പാട്ട് പാടി. അടുത്ത ഒരാളോടുണ്ട് പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ, താളം വെക്കുന്ന ആളാണ്. നമുക്ക് കയ്യിലൊരു താളം വെക്കാൻ പറ്റുമോ? കൈ കൊണ്ട് നമുക്കൊരു ചെറിയ താളം ഒന്ന് കേൾക്കാം. കുറച്ച് മതി, ഒത്തിരി മൈക്ക് ഒന്ന് പിടിച്ചു കൊടുക്കാം. ചേട്ടാ ഒന്ന് പിടിച്ചു കൊടുക്ക് ഒരു താളം. ആ പോട്ടല്ലേ. അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാവരും ഒന്ന് കൈ അടിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് 2-3 പാട്ട് പാടിച്ച് സന്തോഷിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഇത്ര എന്റർടൈൻ ചെയ്ത രാജൻ ചേട്ടനും ഫുൾ ഫാമിലിക്ക് ഹോൾ ഫാമിലിക്ക് സമ്മാനം കൊടുക്കാൻ വിടാൻ പറ്റത്തില്ല. ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ജാം പില്ലോ. അടിപൊളി. അടുത്തതായിട്ട് ചേട്ടാ ഇയോ ബാൾ ഗ്രേപ്പ് ജ്യൂസ് നൽകുന്ന ജ്യൂസ് ഉണ്ട്. ചേട്ടൻ പിടിച്ചോ. താണ്ടേ ഒരു ഗ്രേപ്പ് ജ്യൂസ് ആണ് ചേച്ചിക്ക്, പിടിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഒരുപാട് സന്തോഷിപ്പിച്ചു, ഹാപ്പിയാക്കി. നമ്മുടെ തെക്ക് വടക്കെന്ന് പറയുന്ന പ്രോഗ്രാം ഒരുപാട് സന്തോഷിച്ചു. നമ്മുടെ സൂര്യ കോമഡിയിൽ അടിപൊളി എപ്പിസോഡായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ ചലിക്കാം. അപ്പോൾ നിങ്ങളോട് പൊളിച്ചോ, ഞങ്ങൾ ചലിക്കോ. അപ്പോൾ നമ്മുടെ തെക്ക് വടക്കിൻ ഇന്നത്തെ എപ്പിസോഡ് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിവിടെ മാനവീയം വീതിയിലാണ്, ഇവിടെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം പൊളിക്കണം, അങ്ങോട്ട് പൊളിക്കണം. കാരണം ജോയ് ചേട്ടൻ ടീമിന്റെ പാട്ട് കേട്ടു, അടിപൊളി ഫാൻസിന്റെ ഡയലോഗ് കേട്ടു. അപ്പോൾ എനിക്ക് ക്ഷമയില്ല, പൊളിക്കണ്ടേ? അതെ നിങ്ങളും നമ്മുടെ പ്രോഗ്രാം കണ്ട് പൊളിക്കുക. സൂര്യ കോമഡിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, വരും, പൊളിക്കണം. അപ്പോൾ തന്നെ പോയേക്കാം. ഇറ്റ്സ് മീ ഡേവിഡ്, ഇറ്റ്സ് മീ അൽത്താഫ്, സൈനിങ് ഓഫ്. ബൈ.